ഈ കഴിഞ്ഞ സെപ്റ്റംബർ 18 ഈവനിങ് അന്നാണ് ഞങ്ങൾ കണ്ടുപിരിഞ്ഞത്. അയാളാണ് ചക്രപാണി, ഡ്രാമ ഡയറക്ടർ, അക്ഷരമറിയാത്ത അക്കാഡമി അവാർഡ് വിന്നർ, നരേന്ദ്ര ഷെട്ടിയുടെ റൈറ്റ് ഹാൻഡ്. ഇന്ന് രാത്രി ഇവന്റെയൊക്കെ കള്ളി ഞാൻ പൊളിക്കും. ഓക്കെ ശിവറാം, യു ഗോ ആൻഡ് ടേക്ക് റെസ്റ്റ്. രാവിലെ കാണാം. ദാ എന്റെ ഫ്ലാറ്റിന്റെ താക്കോല്. അവൻ പിന്നെ മടങ്ങി വന്നില്ല. പിന്നീടാണ് ഞാൻ പൗലോസച്ചന്റെ അടുത്തെത്തിയത്. റഹീം ഹാജി വധം, റോയി കൊലക്കേസ്, ഇത് രണ്ടും തെളിഞ്ഞു കഴിഞ്ഞു. പിന്നെ ആ ഷെട്ടിയും ചക്രവാണിയും നമുക്ക് ഡിങ് ഡിങ് അങ്ങ് പൊക്കിയാലോ സർ? നോ, നമ്മുടെ ടാർഗറ്റ് വല്ലാതെ തിരിയുന്നു. ശിവറാം പറഞ്ഞതും നമ്മളിന്ന് എക്സ്പെരിമെന്റ് ചെയ്തതും കൂടി വെച്ച് നോക്കിയാൽ പിന്നെയും ഉണ്ടല്ലോ മിസ്സിംഗ് ലിങ്ക്സ്, ലൈക്ക് ഫാദർ പൗലോസ്. ആ പൗലോസ് അച്ഛനായിരിക്കണം എല്ലാത്തിന്റെയും കിങ് പിൻ. എങ്കിൽ എന്തിന് അദ്ദേഹം ശിവറാമിനെ ഇങ്ങോട്ട് അയക്കണം? ഒരുപക്ഷെ കഥ അറിയാതെ ആട്ടം കാണുകയാവും. ഒരു മുൻപരിചയവുമില്ല. ലേത്ത് ചുമ്മാ പണിയില്ലാതെ കിടന്ന് തുരുമ്പെടുക്കുന്ന കണ്ടപ്പോ ഞാൻ മലയാളം കൂടാതെ തമിഴ് പത്രത്തിൽ ഒരു ക്ലാസിഫൈഡ് അഡ്വർടൈസ്മെന്റ് കൊടുത്തു. പീസ് വർക്കിന് ആർഡർ അന്വേഷിച്ചു. ആ പരസ്യം കണ്ട ഇയാൾ തേടി പിടിച്ചു വന്നത്. എന്നാലും എന്റെ തമ്പുരാനെ, ആ പരമദ്രോഹി എന്നെ കൊണ്ട് എന്ത് അക്രമമാണ് ചെയ്യിച്ചത്. അല്ല, അടുത്ത കൺസൈൻമെന്റ് എടുക്കാൻ അയാൾ എപ്പോ വരും? നാളെ കഴിഞ്ഞ്. എന്തിനാ അതുവരെ കാക്കുന്നത്? അവന്റെ അഡ്രസ് ഇവിടെ ഉണ്ടല്ലോ, ഇന്ന് തന്നെ അറസ്റ്റ് ചെയ്യണം കള്ളനെ. ബുദ്ധിമുട്ടാവു വച്ചു. നാഗപ്പ എന്ന പേരും അവൻ തന്ന മേൽവിലാസവും ഒക്കെ ഫേക്ക് ആയിരിക്കും. അച്ഛൻ ഒന്നും അറിയാത്ത പോലെ ആസ് യൂഷ്വൽ നാളെ കഴിഞ്ഞ് അവന് ലോഡ് കയറ്റി കൊടുക്കുക. വീൽ ഹുക്കൻ. பழனி ஆண்டவா, முருகா, ஆண்டலூர் விநாயகரே, இந்த வாட்டியும் வழக்கப்படி பணத்தை கரெக்டா கொடுத்துடு. பொன்னுசாமி ஐயா, சாப்பிட்டல்ல? ஆமாங்க. வண்டி எடுப்பா. பொன்னுசாமி ஐயா, போய் சோடா கடை ஏதாவது சாப்பிட்டு வா. சரிங்க. ஐயா, நான் தான் நாகப்பா. ஆமாங்க, கிளம்பியாச்சு. ஆமாங்க ஐயா, ஆமா. ஆமா ஐயா, வைக்கட்டுமா? சார்ஜ் ஜாஸ்தி ஆகும் ஐயா. சரிங்க ஐயா. ஐயா, பொந்தலூர் வரைக்கும் ஒரு ஆள் லிப்ட் கேக்குறாங்க. லிப்ட் கிப்ட் ஒண்ணும் முடியாது. நீ வண்டி அடியா. ഇച്ചിരി ഒന്ന് മാറിയിരുന്നേ. വലിയ ഉപകാരം അച്ഛൻ. கடவுளே. ஆமா, பொந்தலூர் பட்டிக்காடாச்சே. ஐயாவுக்கு அங்க என்ன பிசினஸ்? അവിടെ പ്രത്യേകിച്ച് ബിസിനസ് ഒന്നുമില്ലടോ. ഒരുത്തനെ കാച്ചണം. അതിപ്പോ വെടിവെച്ചു കൊല്ലണോ അത് അവിടെ ചെന്ന് കത്തിയെടുത്ത് കുത്തിമലത്തണോന്ന് അവിടെ പോയിട്ട് തീരുമാനിക്കും. പൊന്നുചാമി പൊന്നിച്ചാമി കിന്നിച്ചാമി ഒന്നല്ലേ, പരമ റാസ്കൽ. നല്ല അന്തസ്സുള്ള അയ്യങ്കാര് കുടുംബത്തിൽ പറഞ്ഞവനെ കയറി പൊന്നിച്ചാമി എന്ന് വിളിക്കുന്നു. അയാൾ ഗുരുമൂർത്തി. പൊന്നുചാമി എങ്ക? പൊന്നിച്ചാമി അല്ല, മേലെ അനപ്പിയാച്ചു. കടവുളെ കൊല പണിയാച്ചാ. ഗുരുമൂർത്തി വണ്ടിയുടെ മധുര, ശിവകാശി, ബിരുദനഗർ. എങ്ങോട്ടാണോ? വലത്തോട്ടെടുക്ക. എന്താണോ ഒരു വെപ്രാളം? ബന്ധം തോന്നല കാര്യം പറയടാ. കൊഞ്ചും കിഞ്ചും ഒന്നും കിടയാത്. കറക്റ്റാ ചൊല്ലടാ. ഇത് തന്നെ ശരിയാണ് ശിവകാശി റൂട്ട്. ആമയല്ല, പാമ്പ്. ആണാ നാമ പോക വേണ്ടിയ ഇടം ശിവകാശി ഇല്ല സാർ. വണ്ടി എടുത്ത് സത്യം പറടാ.
എവിടേക്കാണ് ലോഡ്? எனக்கு தெரியாது சார். நிஜமா எனக்கு தெரியாது சார். நான் வெறும் ஏஜென்ட் சார். இந்த வண்டியில இருக்கிற லோடு எங்க போய் சேரும், யாருகிட்ட சேரும், எனக்கு ஒண்ணுமே தெரியாது சார். പിന്നെ റൂട്ട് ശരിയല്ലെന്ന് നീ പറഞ്ഞതോ? அது உண்மை சார். ஆண்டலூர் வரைக்கும் தான் எனக்கு டியூட்டி சார். ആണ്ടല്ലൂരോ? ഏത് കോത്താഴത്തിലാണ്? சென்னை ரூட் சார். ചെന്നൈ റൂട്ടിൽ എവിടെ? கோயம்புத்தூர்ல இருந்து லெஃப்ட், செந்தாப்பூர்ல இருந்து லெஃப்ட். അവിടെ എന്താടാ ബിസിനസ്? லாரி சாவிய அங்க விநாயகர் சிலை பக்கம் வைக்கணும். அங்க என் பணம் கரெக்டா வரும். பணத்தை எடுக்கணும், ஜீப்ல ஏறணும், இடத்த காலி பண்ணணும், அவ்வளவுதான் சார். அங்க இருந்து இந்த லோடு யார் எடுத்துட்டு போகும்? தெரியாதுங்க சார். திரும்பி பார்க்காமலே போயிடணும். அதான் ஐயாவோட ஆர்டர். ஒருவேளை திரும்பி பார்த்தேன்னு வச்சுக்க, அவ்வளவுதான் சார். இதை விட பெரிய துப்பாக்கி அவங்க கிட்ட இருக்கு சார். நான் புள்ள குட்டிக்காரன் சார். உயிர் மேல ஆசை இருக்காதா சார்? ആരടാ അവൻ? എന്താ ആളുടെ പേര്? ராஜமாணிக்கம். രാജമാണിക്കോ? രാജമാണി தெரியாதுங்க சார். இந்த பிசினஸ் ஆரம்பிக்கும் போது முதலா ஒரே ஒரு வாட்டி தான் சார் நான் பாத்திருக்கேன். மீதி பிசினஸ் எல்லாம் போன்ல தான் சார். എത്രയാടാ അവന്റെ നമ്പർ? 9843059696. പരിചയം തോന്നുന്നില്ലല്ലോ. ഒന്ന് വിളിച്ചു നോക്കിയാലോ? വേണ്ട, അതൊരു പക്ഷേ രാജമാണിക്യത്തിന് റോങ് സിഗ്നൽ ആയാലോ? റിവേഴ്സ് സെന്റർ സ്ട്രേറ്റ് വേണ്ടല്ലോ. ഹലോ ഹലോ. ஆண்டவா, நீதாப்பா காப்பாத்தணும். வண்டி எடு, வண்டி எடு. സ്റ്റാർട്ട് ആവുന്നില്ലല്ലോ സാറേ. ആരാടാ നീ? ആ, ജോസഫേ, എങ്ങടാ? Stop it! Good. 10 o'clock. 10 മണി. 7:30 ഇവിടെ എത്തേണ്ടവൻ ബഷീർ. 10 o'clock. 10 മണി. എവിടെ? നോ കമ്മ്യൂണിക്കേഷൻ. മീനാക്ഷി പുറത്തു നിന്ന് പുറപ്പെട്ടപ്പോ വിളിച്ചു. ഇന്നലെ ഓൺ ദ വേ. പിന്നെ വിളിച്ചിട്ടില്ല. അങ്ങോട്ട് വിളിച്ചാ കിട്ടുന്നുമില്ല. Where is he? Missing. Gone with the wind. കാറ്റ് കൊണ്ടുപോയി. ലോറി മൊത്തം. A truckload of iron and Bashir. All gone. എന്ത് കാറ്റ്? എങ്ങോട്ട് പോയി? No, 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 no. എങ്ങോട്ട് പോയെന്ന് അറിയണമെങ്കിൽ കാറ്റ് എവിടുന്ന് വന്നു എന്നറിയണം. യെസ്, ബഷീറിന്റെ യാത്ര നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം, എപ്പിസോഡ് ബൈ എപ്പിസോഡ്. പിടികിട്ടുന്നില്ല അല്ലേ? Rewind, rewind, rewind the incidents, man. ഇവിടെയും എവറിത്തിങ്സ് ഓക്കെ ആസ് യൂഷ്വൽ. നാഗപ്പ ചെട്ടിയാർ ലോറി പാർക്ക് ചെയ്ത് സ്വന്തം ജീപ്പിൽ കയറി പോന്നു. So far, so good. Okay? Yes, sir. മനസ്സിലാവുന്നില്ല? മനസ്സിലാക്കി തരാം. Rewind again. നാഗപ്പ ചെട്ടിയാർ മീനാക്ഷിപുരത്തുനിന്ന് പിന്നോട്ട്
to the starting point. Rewind. ചെട്ടിയാർ പുറപ്പെടുന്നതിന് മുമ്പ് സാറിനെ വിളിച്ചിരുന്നല്ലോ. So what? Bloody useless. പുറപ്പെട്ട ചെട്ടിയാരല്ല മീനാക്ഷിപുരത്ത് ലോറിയുമായി എത്തിയത്. On the way, one manipulation. എന്താ അങ്ങനെ നടന്നൂടെ? അതറിയാൻ വഴി ഒന്നേ ഉള്ളൂ, ഒരു drastic rewind. Very drastic.